കയ്പമംഗലം പഞ്ചായത്തിനെതിരെ CPM നടത്തുന്ന സമരം വെറും പ്രഹസനമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് CPM സമരം നടത്തുന്നത്. എന്നാൽ 100-ൽ പരം റോഡുകൾ ടെൻഡർ ചെയ്തു. 20ഓളം റോഡുകളുടെ ടാറിംഗ് അടക്കം പണി പൂർത്തീകരിക്കുകയും മറ്റു റോഡുകളുടെ നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സമരാഭാസവുമായി ഇപ്പോൾ CPM ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. മാർച്ച് 31-നുള്ളിൽ പഞ്ചായത്തിലെ 90% റോഡുകളുടെയും പണി പൂർത്തിയാകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. സമയം എഗ്രിമെന്റ് 2025 മാർച്ച് വരെയാണ് അവർക്ക് അവധി കൊടുത്തിട്ടുള്ളത്. ഇനിയും അവർക്ക് 3 മാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ അവർ മന്ദഗതിയിലായിട്ടുള്ളത്. കുറച്ച് നാളുകളായി നമ്മുടെ കൈപ്പലം പഞ്ചായത്തിലെ ഏറ്റവും വിഷയമാണ് വാട്ടർ അതോറിറ്റി കുഴിച്ച റോഡുകൾ. നമ്മുടെ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് നമ്മുടെ റോഡും അതുപോലെ തന്നെ കുടിവെള്ളം ഓരോ വീട്ടിലേക്കും ഓരോ ടാപ്പുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ റോഡുകളും കുഴിച്ച് വാട്ടർ അതോറിറ്റി പൈപ്പിട്ട് എല്ലാ വീടുകളിലേക്കും 100%, ഒരു 95% വീടുകളിലേക്ക് നമ്മൾ ടാപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുഴിച്ച റോഡുകളുടെ റെസ്റ്റോറേഷൻ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഞാൻ പറയുന്നത്, 90%-ഓളം വാട്ടർ അതോറിറ്റിയുടെ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് പൊതു ടാപ്പിന്റെ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു 7,75,00,000 രൂപയോളം റെസ്റ്റോറേഷൻ വർക്കിനായിട്ട് ഫണ്ട് വെച്ച് അത് റോഡിനായിട്ട് നമ്മൾ വെച്ച് തീർന്നിട്ടുണ്ട്. ബാക്കി ബാലൻസ് ഒക്കെ നമുക്ക് മാർച്ചിനുള്ളിൽ ചെലവഴിക്കാനും സാധിക്കും. അത്തരത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടുപോകുന്ന ഇപ്പോൾ നടക്കുന്ന സമരം, നമ്മുടെ എതിർപക്ഷക്കാർ നടത്തുന്ന സമരം വെറും പ്രഹസനമാണ്. ശരിക്കും പറഞ്ഞാൽ കൈപ്പലം പഞ്ചായത്തിൽ 20 വാർഡുകളിൽ 20 മെമ്പർമാരും പ്രതിപക്ഷത്തിരിക്കുന്ന മെമ്പർമാരും കൂടി ഇതിന് ശരിക്കും ഈ സമരത്തിൽ പങ്കെടുക്കാൻ പോലും സാധ്യതയല്ല. കാരണം അവരും കൂടി അറിഞ്ഞിരിക്കുന്ന എല്ലാ വിഷയങ്ങളുമാണിത്. അപ്പൊ ഈ ഒരു സമരം വെറും പ്രഹസനമാണ്. തീരദേശത്തെ UDF ഭരിക്കുന്ന ഏക പഞ്ചായത്തായ കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിനോടുള്ള ഇടത് സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലും വികസന പ്രവർത്തനങ്ങളെ തുടർച്ചയായി തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് വാട്ടർ അതോറിറ്റി പോലുള്ള സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ഇടതുപക്ഷ നയങ്ങളും പഞ്ചായത്ത് വികസനത്തെ താറുമാറാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ കള്ളപ്രചരണങ്ങളും ജനങ്ങൾ തിരിച്ചറിയണമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ജലജീവൻ പദ്ധതിയുടെ പേരിൽ റോഡുകൾ താറുമാറാക്കുകയും അത് പഴയ സ്ഥിതിയിലാക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി നിരന്തര ശ്രമങ്ങൾ നടത്തി ഫണ്ട് അനുവദിപ്പിക്കുകയും എന്നാൽ അനുവദിച്ച ഫണ്ട് വിനിയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ നിരന്തരമായി സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് ടാറിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് വാട്ടർ അതോറിറ്റി പഞ്ചായത്തിന് റോഡ് കൈമാറാതെ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് ഉണ്ടായതെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിക്ക് വേണ്ടി CJ പോൾസൺ, പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ അനസ് അബൂബക്കർ, CJ ജോഷി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. യുവത്വത്തിന് മുൻചുകൂട്ടാൻ ഇപ്പോൾ ഇതാ പുന്നക്കുരു ബസാറിലും ഫേഷ്യൽ, ഹെയർ കട്ട്, ഹെയർ സ്ട്രെയിറ്റനിങ്, ഹെയർ കളറിംഗ്, ഹെഡ് മസാജ്, ഹെന്ന ട്രീറ്റ്മെന്റ്, ബിയർഡ് സെറ്റിംഗ്, ബിയർഡ് സ്റ്റൈലിംഗ് ആൻഡ് കളറിംഗ്, ബ്ലീച്ചിംഗ്, പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ, വെഡിംഗ് മേക്കപ്പ്, ബ്ലീച്ചിംഗ് ആൻഡ് ക്ലീനപ്പ് ആൻഡ് സ്പാ, വോ കട്ട്സ്, ജെൻസ് ബ്യൂട്ടി പാർലർ, പുന്നക്കുരു ബസാർ. ഫോൺ 9072076660, 048029800022. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഷീസോൺ ഹൈടെക് ലേഡീസ് യൂണിക് സ്റ്റുഡിയോ, ഇൻസ്പയർ ആർക്കേഡ്, 3 പീടിക. ഫോൺ 9562686660, 048029800033. ബ്രൈഡൽ മേക്കപ്പ്, സ്പാ, പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ, ഹെയർ സ്റ്റൈലിംഗ്, ഹെയർ ട്രീറ്റ്മെന്റ്, ഫേഷ്യൽ, ഐ കെയർ, ഹെയർ കളറിംഗ്, വാക്സിംഗ്, സ്കിൻ ട്രീറ്റ്മെന്റ്, സ്മൂത്തനിംഗ്, മെഹന്തി, വോ കട്ട്സ്, ജെൻസ് ബ്യൂട്ടി പാർലർ, കാളമുറി, ചളിങ്ങാട്. ഫോൺ 9947777300. You're watching True Line News.